ഹലോ, ആര്? അഡ്വക്കേറ്റ് പത്മനാഭപിള്ളേ? ആ, കൊടുക്കണം. ആ, എന്താണ് ഈ അസമയത്ത്? ഓ, അങ്ങനെയാണ്. ലത എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ, ഞാൻ നോക്കിക്കോളാം. ഗുഡ് നൈറ്റ്. ഓക്കെ. ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. അതൊക്കെ അവിടെ വെക്ക്. ഞാൻ അനുവാദം വാങ്ങിച്ചോളാം. സാറേ, സാധനങ്ങളൊന്നും മാറ്റരുതെന്ന് ഒന്ന് പറയൂ സാറേ. ഇത് കോടതി ഉത്തരവാണ്. നോട്ടീസൊക്കെ അയച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത്. മുതലാളി, ഒന്ന് മുതലാളി, എനിക്കൊരല്പ സമയം കൂടി തരണം. സമയം, സന്ദർഭം, അന്തസ് ഇതെല്ലാം തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ? മാനമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പലപ്പോഴും ഞാൻ സഹായിച്ചിട്ടുണ്ട്. എനിക്കുണ്ട് ചില ആഗ്രഹങ്ങൾ. നിങ്ങൾ അതിന് തയ്യാറല്ലല്ലോ. ഒരിക്കലുമില്ല മുതലാളി. അതിനേക്കാൾ ഞാൻ മരിക്കാൻ തയ്യാറാണ്. അല്ല, എന്താണ് നോക്കി നിൽക്കുന്നത്? താങ്കളൊക്കെ എടുത്ത് വെക്കേ. എടാ, വേഗം എടുത്ത് വെക്കടാ. ശേഖരപിള്ളേ, നമസ്കാരം. സാധനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. എത്ര രൂപയാണ് കെട്ടിവെക്കാനുള്ളത്? 3890 രൂപ. രസീതും ബാലൻസും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അങ്ങനെ ആവട്ടെ സാർ. കുട്ടപ്പാ, ഗോപാല, വരണടാ. എന്തൊരു പണിയാണ് ലത കാണിച്ചത്. ഇതേപ്പറ്റി ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഗോപാലൻ സാറിനെ ഇതുവരെ ഞാൻ വരുത്തില്ലായിരുന്നല്ലോ. സോറി മിസ്റ്റർ ഗോപാൽ. ഹോപ്പ് യു ആർ ഹാപ്പി. കാശ് ഏതായാലും തിരിച്ചു കിട്ടിയല്ലോ. വെരി വെരി ഹാപ്പി. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. എന്നോട് കടം മേടിച്ചത് എന്റെ ഡ്രൈവർ രാഘവനാണ്. ആ കടം വക്കീൽ സാർ ഏറ്റെടുത്ത് വിട്ടതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഈ നാട്ടിലെ വലിയൊരു പണക്കാരനായ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് സേവനമനുഷ്ഠിച്ച ഒരു പാവം ഡ്രൈവറുടെ വീട് ജപ്തി ചെയ്തതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. കല്യാണപ്രായമായ പെൺപിള്ളേരുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഇറങ്ങിയാൽ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ചിലപ്പോൾ ലോകർ മനസ്സിലാക്കിയേക്കും. ലോകർ മനസ്സിലാക്കുന്നത് പോട്ടെ, പക്ഷെ മിസ്റ്റർ ഗോപാൽ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുക. അതെ, ഞാൻ ഇൻവിറ്റേഷൻ എത്തിച്ചോളാം. വക്കീൽ സാർ എന്താണ് ഈ പറഞ്ഞതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ നേരത്തെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാത്തതിൽ എന്നോട് ക്ഷമിക്കണം. വിരോധമില്ലെങ്കിൽ ലതയെ എന്റെ ഭാര്യയായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. മോളെ, എന്താണച്ചാ നീ എന്താ ആലോചിക്കുന്നത്? ബാബുവേട്ടൻ മണിമംഗലത്ത് പോയിരിക്കുകയാണച്ചാ. മണിമംഗലത്തോ? അതെ അച്ഛാ. തന്നെ ചതിച്ച മണിമംഗലം ഗോപാലനോട് പകരം ചോദിച്ചിട്ടേ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ബാബുവേട്ടൻ പോയിരിക്കുകയാണ്. എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. അമ്മാന്റെ ചേച്ചിയെ പിടിച്ചോണ്ടോ ചേട്ടാ? അതെ ചേട്ടാ, ഞങ്ങളെ രക്ഷിക്കണം ചേട്ടാ. രക്ഷിക്കാനോ? അമ്മാരനെ ഒരുപാട് തല്ലി. എന്നിട്ട് ഞാൻ ഓടി വന്നതാ. ചേച്ചി എവിടെ? വരൂ, ഞാൻ കാണിച്ചു തരാം. വരൂ.
ഇതാണോ ബാബു? പിടിച്ചപ്പം ബാബു, പൊക്കിയപ്പോ ചക്കപ്പലും. എന്താണ് സാറേ ഇത്? പിടിച്ച് കൈ തന്നതല്ലേ? എന്താണ് നോക്കിയിരിക്കുന്നു? ആരാ ഇവിടെ വിളിച്ചു നിൽക്കുന്നത്? നിങ്ങൾ ആരാ? എന്തിനാ അവിടെ വിളിച്ചു നിൽക്കുന്നത്? ആരെന്ന് പറയൂ. ഞാൻ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കയറിയതാണ്. വല്ല മോഷണമോ കൊലപാതകമോ നടത്തിയിട്ട് പൊളിക്കാൻ കിട്ടിയത് ഞങ്ങളുടെ വീടാണോ? അയ്യോ, ഞാൻ മോഷ്ടമോ കൊലപാതകയോ അല്ല. പിന്നെ എന്തിനു പോലീസിനെ പേടിക്കുന്നു? അങ്ങനെ ഒരു ചുറ്റുപാടായിപ്പോയി. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. ദേവി ഇത് എന്നെ കുറച്ച് സമയം നിൽക്കാൻ അനുവദിക്കണം. വേണ്ടമ്മേ, ചേട്ടൻ അറിഞ്ഞാൽ നമ്മൾ എന്ത് മറുപടി പറയും? ശിക്ഷ അറിയിക്കാത്തവരെ തന്നെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ പോലീസിൽ ഏൽപ്പിച്ചോളൂ. അമ്മയുടെ സ്വന്തം മകനെപ്പോലെ കരുതി എന്നെ വിശ്വസിക്കണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ദേവി തന്നെ വിശ്വസിക്കുമേ, ഞാൻ നിരപരാധിയാണ്. ഞാൻ കള്ളിയല്ല, ഞാൻ മോഷ്ടിച്ചില്ല. അമ്മേ, പോലീസുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു. ഹലോ, എന്താണ് ഈ വഴിയൊക്കെ? ഒരു പുള്ളി കയ്യിൽ നിന്ന് വിട്ടുപോയി. അത് ഇതുവരെയാ വന്നത്. അകത്തുണ്ടോ ഒരു സംശയം. എന്റെ വീട്ടിലാണ്. അതെ. ഇവിടെ ആരും ഓടിക്കരുതെന്ന് പറയുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇങ്ങോട്ട് ആരും വന്നില്ലല്ലോ. ഊറ്റട്ടെ, നിങ്ങൾ മുകളിലേക്ക് പോകും. ഇടയും വേണ്ട, നിങ്ങൾ താഴെ എല്ലാ റൂം ചെക്ക്. ഇതെന്റെ പൂജാമുറിയാണ്. അപ്പൊ അതിനകത്ത് ആരും ഇല്ലായിരിക്കുമല്ലോ. എന്റെ അയ്യപ്പ മാത്രമേ ഉള്ളൂ. അയാളെ ഇതിനകത്ത് ഇരിക്കുന്നത്. അയ്യോ, അയ്യപ്പൻ. അയ്യോ, തെറ്റിപ്പോയി. അയ്യപ്പോ, സ്വാമി ശരണം. ഇവിടെ ഒന്നും ആരില്ല സാർ. എന്നാൽ ഇതിൽ ചാടി അപ്പുറത്തെ ഞാൻ പോയി കാണും. ഒരു സോറി ഫോർ ദ ട്രബിൾ, മിസ്റ്റർ രാജഗോപാൽ. അങ്ങനെയൊന്നുമില്ല. കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കൂടെ കിട്ടിയത്. താങ്ക് യു. ഇതാരുടെ ഷൂസാണ്? അത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ അവൻ ഇവിടെ തന്നെ ഉണ്ട്. അത് നിങ്ങളുടെ അറിവോട് കൂടി. എവിടെയാണെന്നാണ് ചോദിച്ചത്? ക്ഷമിക്കണം, പോലീസ് തിരക്കി വന്നത് എന്നെയാണ്. ഒരു കുറ്റവാളിക്ക് അഭയം കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നിനക്കറിഞ്ഞൂടെ? താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അയാളെ. തെറ്റ് ചെയ്തവരാരെങ്കിലും താനാണ് തെറ്റ് ചെയ്തതെന്ന് വിളിച്ചു പറയാറ്. ഒരു കുറ്റവാളിക്ക് എന്റെ വീട്ടിൽ അഭയം നൽകിയാൽ എന്റെ നില എന്താകുമെന്ന് ആലോചിച്ചിട്ടുണ്ട്? വക്കീൽ സാർ വിഷമിക്കണ്ട. ഞാൻ കാരണം നിങ്ങൾക്കൊരു പേരുദോഷം വരില്ല. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ ഉടനെ തന്നെ പോലീസിൽ സറണ്ടർ ചെയ്യണം. ഫോൺ ചെയ്യാൻ വരട്ടെ. ജയിലല്ല, തൂക്കുമരത്തിൽ കയറാൻ പോലും ഭയമുള്ളവനല്ല ഞാൻ. കാരണം എനിക്ക് വേണ്ടി കരയാൻ ഈ ഭൂമിയിൽ ആരുമില്ല. പക്ഷെ മരിക്കുന്നതിന് മുൻപ് എന്റെ അമ്മ എനിക്കൊന്ന് കാണണം.